ഹു ഇൻവെന്റഡ് ദ വേൾഡ് വൈഡ് വെബ്? ആരാണ് വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തത്? റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. റാം ആണ് വോളറ്റൈല്. റോം എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് PSC 2021, 22, 23, 24 ഈ കാലയളവിലായിട്ട് വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യങ്ങള് നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോയിലൂടെ തന്നെ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഇൻ റിലേഷൻ ടു പരം പ്രവേഗ? ഓക്കെ, അപ്പോ അതിനു മുമ്പായിട്ട് പറയട്ടെ, നമ്മൾ ഈ ഒരു ഇമ്പോർട്ടന്റ് PSC കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് വെച്ചുകൊണ്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതില് നമ്മൾ ഇതിനകത്ത് പറയുന്ന മിക്ക ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നെ അവിടെ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? Which statement are true in relation to പരം പ്രവേഗ? എന്താണ് ഈ പരം പ്രവേഗ എന്ന് പറഞ്ഞാല്? സൂപ്പർ കമ്പ്യൂട്ടർ ആണല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ത്? ഈ പരം പ്രവേഗ എന്ന് പറഞ്ഞാൽ അല്ലെ. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഹൈ എഫിഷ്യൻസി ഉള്ള, ഒന്നിലധികം പ്രോസസ്സേഴ്സ് ഉള്ള, എന്താണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ സൂപ്പർ കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ടാണ് പല മേഖലകളിലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും എന്താണ് കമ്പാരിസൺസും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കാലാവസ്ഥാ പ്രവചനം അല്ലെങ്കിൽ എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറി, അവിടെയൊക്കെ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും അൽഗോറിതംസും എല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ സാധാരണ ഒരു കമ്പ്യൂട്ടറിന് അതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. സോ ആ ഒരു കേസസിലാണ് എന്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒന്നിലധികം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPUകളെല്ലാം കൂടെ ചേർന്നതാണ്. അത് ജസ്റ്റ് നമ്മൾ കാണുന്ന ഒരു കമ്പ്യൂട്ടർ പോലെയല്ല. വേണമെങ്കിൽ ചിലപ്പോൾ അത് എന്താണ്, ഒരു റൂം നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആകാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. സോ ഇന്ത്യയിൽ ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. ആ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ത്? പരം പ്രവേഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? അത് പരം 8000 ആണ് അല്ലെ. പരം 8000 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഇത് അതിനുശേഷമായിട്ട് വന്ന പരം സിദ്ധി, പരം പ്രവേഗ എന്നുള്ള രീതിയിൽ പരം സീരീസ് ഒരുപാടുണ്ട്. അതിലെ പരം പ്രവേഗയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: IISCs has installed and commissioned it എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. ആൻഡ് ഓപ്ഷൻ സി എന്താണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നു. ആൻഡ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ സിസ്റ്റം ഈസ് ആന്റിസിപ്പേറ്റഡ് ടു സപ്പോർട്ട് ന്യൂമറസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ പരം പ്രവേഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതാണ് IIS എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസില് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഒന്നായ പരം പ്രവേഗ എവിടെയാണുള്ളത്? എവിടെയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്? അത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലാണ്. ഈ ഒരു പരം പ്രവേഗയ്ക്കൊരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്താണ്? ഒരു ഇന്ത്യൻ അക്കാഡമിക് സ്ഥാപനത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത്, ഈ പരം പ്രവേഗ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് വലിയ വലിയ കാൽക്കുലേഷൻസും കമ്പാരിസൺസും വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. സോ അവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തത്? പരം പ്രവേഗ ഈ ഒരു IISCയില്
എന്ത് ചെയ്തത്, കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരാണ് ഈ ഒരു പരംപ്രവേഗ നിർമ്മിച്ചത്, ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തത് എന്നൊക്കെ ചോദിച്ചാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സീഡാക്. എന്താണ് സീഡാക് എന്ന് പറഞ്ഞാല്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സീഡാക് എന്ന് പറയുന്നത്. ഓക്കെ, സീഡാക്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സീഡാക് എന്ന് വിളിക്കുന്നത്. സോ സീഡാക് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ, പരംപ്രവേഗ എന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സിസ്റ്റം ഈസ് ആന്റിസിപ്പേറ്റഡ് ടു സപ്പോർട്ട് ന്യൂമറസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ്. എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ തരത്തിലുള്ള ഗവേഷണ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതെല്ലാം വളരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഈ ഒരു പരംപ്രവേഗ എന്ന് പറഞ്ഞത്. സോ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ട്രൂ ഏതെന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ട്രൂ ഏതെന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. മനസ്സിലായോ? സോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നിങ്ങളുടെ റാങ്ക് ഫയലിൽ ഉണ്ടാകും, എൻട്രിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല നോട്ട്സ് ആൻഡ് സോഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. സോ ഈ ഒരു ഏരിയ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ജസ്റ്റ് ആ സ്പെഷ്യാലിറ്റീസ്, അതും റീസെന്റ് ആയിട്ട്, പരപ്രവേഗയൊക്കെയാണ് റീസെന്റ് ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ടോപ്പ് 500 റാങ്കിങ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതെല്ലാം നമ്മൾ ആ ഒരു അനാലിസിസിൽ നമ്മുടെ മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വിക്ക് റിവിഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോ സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ള ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടി എങ്കിൽ ദാ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? നെയിം എ വോളറ്റൈൽ മെമ്മറി. ഒരു വോളറ്റൈൽ മെമ്മറി ഇതിൽ ഏതെന്നാണ് ചോദിച്ചത്. ആൻസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതൊക്കെയാണ്? റാം ആണ് അല്ലെ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല വോളറ്റൈൽ മെമ്മറി റാം ആണോ, റോം ആണോ, ഹാർഡ് ഡിസ്ക് ആണോ, പെൻഡ്രൈവ് ആണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് മെമ്മറി ഡിവൈസുകളെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? പ്രൈമറി മെമ്മറി എന്നും അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. ഈ പ്രൈമറി മെമ്മറിയെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി മെമ്മറിയിൽ വരുന്ന കുറച്ച് മെമ്മറിയാണ് റാം, റോം, അതുപോലെ തന്നെ എന്താണ്, ക്യാഷ് മെമ്മറിയും പറയാറുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന CD, DVD, ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ പെൻഡ്രൈവ്, അതെല്ലാം എന്താണ്, സെക്കൻഡറി മെമ്മറിക്കുള്ള ഉദാഹരണമാണ്. സോ ഇതൊന്നും അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നെയിം എ വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേ, ഈ പ്രൈമറി മെമ്മറി ഉണ്ടല്ലോ, ഈ പ്രൈമറി മെമ്മറിയിലോട്ടൊന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി ആണ്. റാൻഡം ആക്സസ് മെമ്മറി, അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫംഗ്ഷൻസ് കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു മെമ്മറിയാണ് റാം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ പവർ നഷ്ടമായി കഴിഞ്ഞാൽ, അവിടുത്തെ UPS പവർ ഇല്ല, ബാറ്ററിക്ക് പവർ ഇല്ല, അത് കറണ്ട് പോയതോടുകൂടി, അവിടെ കറണ്ടിന്റെ ഫ്ലോ നിലച്ചതോടുകൂടി എന്ത് ചെയ്യുകയാണ്? അവിടെ ആ ഒരു ബാറ്ററി ബാക്കപ്പ് നഷ്ടപ്പെടുകയാണ്. സോ ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? ഓഫായി പോകുന്നു. അങ്ങനെ ഓഫായി പോകുമ്പോൾ ഈ റാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് എല്ലാം തന്നെ എന്ത് ചെയ്യും? നഷ്ടമായി പോകും. സോ അത്തരത്തിലുള്ള മെമ്മറി ആയതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? വോളറ്റൈൽ മെമ്മറി, അസ്ഥിര മെമ്മറിയാണ്. ഓക്കെ, വോളറ്റൈൽ, അതിനകത്ത് ഉള്ള മെമ്മറി അല്ലെങ്കിൽ ഡേറ്റാസും കാര്യങ്ങളും കറണ്ടിന്റെ ഫ്ലോ നഷ്ടമാകുന്നതോടുകൂടി അതിന്റെ ആ ഒരു ഡേറ്റാസ് നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാൻഡം ആക്സസ് മെമ്മറി എന്ന് വിളിക്കുന്നത്. സോ റാൻഡം ആക്സസ് മെമ്മറി എന്താണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇനി റോമിലേക്ക് വരുമ്പോൾ, റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി ആണ് അല്ലെ. അതായത് ഒരു കമ്പ്യൂട്ടർ ബൂട്ടപ്പ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളും എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെമ്മറി യൂണിറ്റ് ആണ് എന്ത്? റോം എന്ന് പറയുന്നത്. റോമിലേക്ക് നമുക്ക് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ റോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഗ്രാമർ അതെല്ലാം പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതനുസരിച്ചാണ് ആ റോം പ്രവർത്തിക്കുന്നത്. ഓക്കെ, പക്ഷെ അപ്പൊ റോം എന്ത് ചെയ്യുന്നുണ്ട്? ഈ കറണ്ട് പോകുമ്പോൾ ആ റോമിലുള്ള ഡേറ്റാസ് ഒന്നും നഷ്ടമായി പോകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പം ലാപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് ഓൺ ആക്കുമ്പോഴും സെയിം അതേ കണക്കല്ലേ, ഒരേ കണക്കല്ലേ നിങ്ങൾ
എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരേ കണക്കായിരിക്കും അതെന്ത് ചെയ്യുന്നത്, ഓപ്പൺ ആയി വരുന്നതും അതിന്റെ ആ ഒരു പേര് കാണിക്കുന്നതും അതിന്റെ വിൻഡോസും കാര്യങ്ങളും കാണിക്കുന്നതും ഡേറ്റും ടൈമും എല്ലാം എന്താണ്, അതെല്ലാം ഓൾറെഡി സെറ്റ് ആയി വെച്ചിരിക്കത്തില്ലേ. അതെല്ലാം ആരാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് റീഡ് ഓൺലി മെമ്മറിയാണ്. സോ ആ റീഡ് ഓൺലി മെമ്മറിയിൽ കറണ്ട് നഷ്ടമായാലും പവർ നഷ്ടമായാലും അതിനകത്തുള്ള ഡേറ്റാസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, നഷ്ടമായി പോകത്തില്ല. സോ ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പൊ റോം എന്താണ്, ഒരു നോൺ വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറയുക. അപ്പൊ ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് ഇതൊക്കെ എന്താണ്, സെക്കൻഡറി മെമ്മറിക്കുള്ള ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പോ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ചോദിക്കുന്നതാണ് വോളറ്റൈൽ മെമ്മറി ഏതാണ്, നോൺ വോളറ്റൈൽ മെമ്മറി ഏതാണ്. അപ്പൊ ഓർത്തിരിക്കുക, റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്, റാം ആണ് വോളറ്റൈല്. റോം എന്താണ്, നോൺ വോളറ്റൈൽ ആണ്, നോൺ വോളറ്റൈൽ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ കറന്റ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആസ് പെർ ടോപ്പ് 500 റാങ്കിങ്. ടോപ്പ് 500 റാങ്കിങ് അടിസ്ഥാനമാക്കി നിലവിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ടോപ്പ് 500 റാങ്കിങ് എന്ന് പറഞ്ഞാല്, സൂപ്പർ കമ്പ്യൂട്ടറുകളെ, അതായത് വേൾഡ് വൈഡ് മൊത്തത്തില് നമ്മുടെ എന്താണ് വേൾഡ് ഫുള്ളുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളെ എടുത്ത് എന്ത് ചെയ്യുന്നു, ഒന്ന് അതിന്റെ സ്പീഡും അതിന്റെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ച് അതിന്റെ ആ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട്, അതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പ്രോസസ്സുകൾ ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളെ ആ ടോപ്പിൽ നിന്നും താഴേക്ക് 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 എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ടോപ്പ് 500 റാങ്കിങ് എന്ന് പറയുന്നത് എല്ലാ 6 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരു റാങ്കിങ് നടത്തുന്നുണ്ട്. സോ നിലവിൽ, അതായത് ഇപ്പൊ 2023 തൊട്ട് തന്നെ ഈ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ആ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്, USA സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഈ ഒരു ഫ്രോണ്ടിയർ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നിലവിലെ ടോപ്പ് 500 റാങ്കിങ്ങിലെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലുള്ളത്. അതായത് ടോപ്പ് 500 റാങ്കിങ്ങിലെ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത്, ഫ്രോണ്ടിയർ HPE Cray EX235A എന്ന് പറയുന്നത്. സോ നമ്മൾ അതെല്ലാം പഠിക്കണമെന്നില്ല, ഈ ഫ്രോണ്ടിയർ എന്നുള്ള പേര് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എന്താണ് നോട്ടിലും റാങ്ക് ഫയലിലും ഒക്കെ ഫുഗാക്കു ആയിരിക്കും കിടക്കുന്നത്. ഫുഗാക്കു മുമ്പായിരുന്നു, പിന്നീട് ഫുഗാക്കുവിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആയിട്ട് ഹൈ സ്പീഡിൽ ആര് വന്നിട്ടുണ്ട്, ഫ്രോണ്ടിയർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ടോപ്പ് 500 റാങ്കിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഒരു കപ്പാസിറ്റി പവർ ഒക്കെ അനുസരിച്ച് അതിനെ വേൾഡ് വൈഡ് മൊത്തത്തിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറിനെ എടുത്തിട്ട്, മൊത്തത്തിലുള്ള ഒരു 500 സൂപ്പർ കമ്പ്യൂട്ടറിനെ എടുത്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു സ്പീഡ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആ ഒരു റാങ്കിങ്ങിനെയാണ് ടോപ്പ് 500 റാങ്കിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ടോപ്പ് 500 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ പോയ ഒരാൾക്ക് ഇത് എന്തിന്റെ റാങ്കിങ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ടോപ്പ് 500 അത് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ റാങ്കിങ്ങിനെയാണ് ടോപ്പ് 500 എന്ന് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് അതെന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ള ആൻസർ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോ എന്താണ്, ഫ്രോണ്ടിയർ HPE Cray EX235A ആണ് നിലവിലെ ഓക്കെ ഞാൻ പറയാണ്. ഇതിപ്പോ ഫെബ്രുവരി 2024 ഒരു റാങ്കിങ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം ഫ്രോണ്ടിയർ ആണ്. തൊട്ട് മുമ്പും അതിന് മുമ്പും എല്ലാം ഫ്രോണ്ടിയർ ആയിരുന്നു. 2023 തൊട്ട് ഒരു 3 റാങ്കിങ്ങുകളോളം ഫ്രോണ്ടിയർ ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. വേണമെങ്കിൽ ഇനി ഒരു 6 മാസം കഴിഞ്ഞൊരു എന്താണ് റാങ്കിങ് നടത്തുന്ന സമയത്ത് ഫ്രോണ്ടിയർ മാറി വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ വരാം. ഓക്കെ, അപ്പോ അത് ഓർത്ത് വെച്ചിരിക്കുക. എങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള കമ്പ്യൂട്ടേഴ്സും ഈ ടോപ്പ് 500 റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 75ാമത്തെ റാങ്കിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ഒക്കെ വരുന്നുണ്ട്. അത് ഏത് സൂപ്പർ കമ്പ്യൂട്ടർ ആണെന്ന് അറിയാവോ? നിലവില് ഐരാവത് എന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പൊസിഷനിലുള്ളത്. ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലുള്ളത് ഫ്രോണ്ടിയർ ആണ്. എന്നാൽ ഇന്ത്യയിലെ കേസ് എടുത്താൽ ഇന്ത്യയിലെ 75ാമത്തെ റാങ്കിൽ ആര് വരുന്നുണ്ട്? ഐരാവത് വരുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പം എന്താണ് പരം സിദ്ധിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഐരാവത് ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യയിൽ നിന്നുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആസ് പെർ ടോപ്പ് 500 റാങ്കിങ്. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്, ദ എക്സ്പാൻഷൻ ഓഫ് SSD. SSDയുടെ ഫുൾ ഫോം എന്താണ്? SSDയുടെ ഫുൾ ഫോം കുറെ പേർക്ക് സംശയം ഉളവാക്കുന്ന കുറച്ച് ഫുൾ ഫോംസ് ആണ്. SSD സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണോ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ SSD
SSD എന്താണ്? അത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. ഇവിടെ സോളിഡ് സ്റ്റോറേജ് എന്നാണ്ടോ? അപ്പൊ സ്റ്റോറേജ് അല്ലെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് സെക്കൻഡറി, ഇവിടെ സോളിഡ് ആണ് വരേണ്ടത്, SSDക്ക് സോളിഡ് എന്നാണ് വരേണ്ടത്. സോ ഇതും അല്ലെന്ന് മനസ്സിലായി. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നും പറയാറുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്നും പറയാറുണ്ട്. രണ്ടും സെയിം ആണ്, രണ്ടും ആൻസർ ആയിട്ട് വരും. ഇതിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ അതനുസരിച്ച് ആൻസർ ചെയ്യുക. സെക്കൻഡറി സ്റ്റോറേജ് ഡ്രൈവും വരുന്നില്ല. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനെ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? SSD റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ഡിവൈസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ആ ഫുൾ ഫോംസ് നിങ്ങൾ ഇനി അടുത്തതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഫോംസ് ആണ്. ഓക്കെ, ഫുൾ ഫോമുകൾ, അതായത് കമ്പ്യൂട്ടറുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങളിൽ ഷോർട്ട് ഫോംസ് ആണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ALU എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനെയാണ് ALU എന്ന് പറയുന്നത്, അല്ലെ? ആസ്കി എന്താണ്? ആസ്കി അത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ചിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. സിഡിയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. CD എന്താണ്? കോമ്പാക്ട് ഡിസ്ക് ആണ് CD എന്ന് പറയുന്നത്. ബയോസിന്റെ ചോദിക്കാറുണ്ട്. ബയോസ് എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോസ്, BIOS, ബയോസ് എന്ന് പറയുന്നത്. അതുപോലെ DVD എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്ന് ചിലപ്പോൾ ഓപ്ഷൻസിൽ ഉണ്ടാക്കാം, ചിലപ്പോൾ മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നാണ്. സോ ഇത് രണ്ടും ആൻസർ ആയിട്ട് വരുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ വരുന്നത് എന്താണ്? ഫ്ലോപ്സിന്റെ ഫുൾ ഫോം എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡിനെയാണ് ഫ്ലോപ്സ്, FLOPS ആയിട്ട് പറയുന്നത്. HTML ചോദിക്കാറുണ്ട്. HTML എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTTP എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആണ്. പിന്നെന്താണ്? LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് LCD എന്ന് പറയുന്നത്. LED എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെയാണ് LED എന്ന് പറയുന്നത്. NIC എന്താണ്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനെയാണ് NIC എന്ന് പറയുന്നത്. യുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. യൂണിവേഴ്സൽ സീരിയൽ ബസിനെയാണ് USB എന്ന് പറയുന്നത്. സോ അതുമായി അതേപോലെയുള്ള കുറെ എന്താണ് ഫുൾ ഫോംസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണെന്ന് മനസ്സിലായി. എങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Which among the following is the fastest memory in a computer that holds information? ഇൻഫർമേഷനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കമ്പ്യൂട്ടറിന് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ആയിട്ട് നമുക്ക് പറയാം, അല്ലെ? സോ അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ. രജിസ്റ്റർ ഉണ്ട്, ക്യാഷ് ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഓക്കെ, അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ക്യാഷ് മെമ്മറി ആണ്. ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ CPU-ന്റെ അകത്തിരിക്കുന്ന മെമ്മറി ആണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ രജിസ്റ്റർ ഇൻഫർമേഷൻ ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. പകരം ഇപ്പൊ CPU ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിസൾട്ടുകൾ ജസ്റ്റ് ഒന്ന് ആ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു വെക്കും? ആ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെയാണ് ഈ രജിസ്റ്റർ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇൻഫർമേഷൻ, അതായത് CPU-ന് പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡേറ്റാസും ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതെല്ലാം പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്? അത് ക്യാഷ് മെമ്മറി ആണ്. നമുക്കറിയാം, ഇതിപ്പോ ഒരു CPU ആണെങ്കിൽ CPU-നകത്താണ് രജിസ്റ്റർ ഉള്ളത്. ഓക്കെ, CPU-ന് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി ഇതാ ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞത്. ഓക്കെ, CPU-ന് പെട്ടെന്ന് എന്താണ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണമെങ്കിലോ അവിടെ നിന്ന് റിട്രീവ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യാം? ക്യാഷ് മെമ്മറിയിലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്യാഷ് മെമ്മറിക്കും ശേഷമാണ് ആരുള്ളത്? പ്രൈമറി മെമ്മറി ഉള്ളത്. ഈ CPU-ന് പ്രൈമറി മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് CPU ആദ്യം ഇപ്പൊ എന്തെങ്കിലും ഒരു ഡേറ്റ ആവശ്യമായിട്ട് വരുമ്പോൾ CPU ആദ്യമേ തിരയുന്നത് എവിടെയായിരിക്കും? ക്യാഷ് മെമ്മറിയിലായിരിക്കും. ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എടുത്ത് CPU-ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? CPU നേരെ പ്രൈമറി മെമ്മറിയിൽ പോയിട്ട് അവിടെ നിന്നും ആ ഡേറ്റ എടുത്ത് എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. എന്നാൽ ഇതിന് ശേഷമാണ് ആരുള്ളത്? സെക്കൻഡറി മെമ്മറി ഉള്ളത്. ഈ സെക്കൻഡറി മെമ്മറിയും CPU-യും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. CPU-യും
സെക്കൻഡറി മെമ്മറിയും തമ്മിൽ ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റും ഇല്ല. CPU-ന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡേറ്റ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ സെക്കൻഡറി മെമ്മറിയിൽ നിന്നും എന്ത് ചെയ്യണം, പ്രൈമറി മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യണം. ആ പ്രൈമറി മെമ്മറിയിൽ നിന്നായിരിക്കും CPU എന്ത് ചെയ്യുന്നത്, എടുത്തത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു പെൻ ഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിൽ വരും അല്ലെ, അവിടെ പ്രൈമറി മെമ്മറിയിൽ വരും. അവിടെ നിന്നാണ് നമ്മുടെ CPU അതെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഫാസ്റ്റസ്റ്റ്, ആ ഒരു രീതിയിൽ നമ്മൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത് രജിസ്റ്റർ ആണോ ക്യാഷ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അവിടെ ഓർത്ത് വെച്ചിരിക്കുക, രജിസ്റ്റർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിസൾട്ടുകളൊക്കെ ജസ്റ്റ് ടെമ്പററി ആയിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് ആ പ്രോസസ്സ് തീരുന്നതോടുകൂടി അതങ്ങ് നഷ്ടമായി പോകും. ഓക്കെ, ജസ്റ്റ് അതേപോലെ ഇൻഫർമേഷൻ ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവ് രജിസ്റ്ററിനില്ല. വളരെ മിനിമം കപ്പാസിറ്റി, വളരെ മിനിമം സ്റ്റോറേജ് മാത്രമേ ആർക്കുള്ളൂ, രജിസ്റ്ററിനുള്ളൂ. സോ ക്യാഷ് മെമ്മറി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയോ, മനസ്സിലായോ? എങ്കിൽ ദാ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഇസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്ട് പ്രിന്റർ? ഇമ്പാക്ട് പ്രിന്റർ. അപ്പൊ നമുക്ക് ഇവിടെ പ്രിന്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രിന്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ പ്രിന്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ട് കാലങ്ങളിൽ പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ പേപ്പർ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണോ അവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ആ മെറ്റീരിയലും ഒരു ഇങ്ക് റിബണും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വന്ന് അവിടെ നിന്ന് അടിച്ചടിച്ചായിരിക്കും ഇത് ചെയ്തത്, ആ ഒരു പ്രിന്റിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള പ്രിന്ററിനെയാണ് നമ്മൾ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ ആ പേപ്പറും ആ ഇങ്ക് റിബണും എന്താണോ അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഇങ്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു ഫോൾഡ് പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, ഇങ്ക് റിബൺ എന്നാണ് പറയുന്നത്. സോ ഇത് തമ്മിൽ കോണ്ടാക്ട് വന്ന് പരസ്പരം എന്ത് ചെയ്യുന്നു, പരസ്പരം കൂട്ടിമുട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രിന്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇമ്പാക്ട് പ്രിന്റ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാൻ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി, ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ എന്തുണ്ടാകും, അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ സയൻസിനെ അപേക്ഷിച്ച് പേരുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇൻപുട്ട് ഡിവൈസസ് ആയിക്കോട്ടെ, ഔട്ട്പുട്ട് ഡിവൈസസ് ആയിക്കോട്ടെ, പ്രിന്ററിന്റെ ക്ലാസിഫിക്കേഷൻ, ബ്രൗസേഴ്സിന്റെ എക്സാമ്പിള്, സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിള്, അങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നോക്കിക്കൊള്ളാം, ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 4 എണ്ണം പറയാം. എന്തൊക്കെയാണ് അത്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഉണ്ട്, ഡെയ്സി വീൽ പ്രിന്റർ ഉണ്ട്. ഓക്കെ, ഡോട്ട് മെട്രിക്സ് അതുപോലെ തന്നെ ഡെയ്സി വീൽ, ഇതൊക്കെ എന്താണ്, ക്യാരക്ടർ പ്രിന്റർ ആണ്. ഡോട്ട് മെട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയ്സി വീൽ ഉണ്ട്. ഓക്കെ, ഡെയ്സി വീൽ പ്രിന്റർ ഉണ്ട്. ഇതെന്താണ്, ക്യാരക്ടർ പ്രിന്റർ ആണ്. ഓക്കെ, ഇമ്പാക്ട് പ്രിന്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ക്യാരക്ടർ പ്രിന്റർ. അതായത് അറ്റ് എ ടൈം ഓരോ ക്യാരക്ടർ വീതം പ്രിന്റ് ചെയ്ത് പോകുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്യാരക്ടർ പ്രിന്റർ എന്ന് വിളിക്കുന്നത്. സോ ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും ഒരു ക്യാരക്ടർ പ്രിന്റർ ആണ്. അത് ഇമ്പാക്ട് പ്രിന്ററിനുള്ള ഉദാഹരണമാണ്. ഈ നമുക്ക് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. എന്താണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പേപ്പറും ഈ ഇങ്ക് റിബണും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നില്ല. അവിടെ വേറെ എന്തൊക്കെയോ ടെക്നോളജി യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, പ്രിന്റിങ് നടത്തുന്നത്. അത്തരത്തിലുള്ള പ്രിന്റേഴ്സിനെയാണ് നമ്മൾ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. നോൺ ഇമ്പാക്ട് പ്രിന്റർ, അതായത് ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇതെല്ലാം എന്താണ്, നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇങ്ക് ജെറ്റ്, ലേസർ, അവിടെ ലേസർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അവിടെ ഇങ്ക് ജെറ്റ്, അവിടെ ഇങ്ക് പോലത്തെ ഒരു ഇങ്ക് റിബൺ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. തെർമൽ, അവിടെ ആ ഒരു ചൂടിന്റെ ആ ഒരു തെർമൽ പവർ വെച്ചിട്ടാണ് അവിടെ പ്രിന്റിങ് നടത്തുന്നത്. സോ അതെല്ലാമാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് ചോദിച്ചാൽ. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്ട് പ്രിന്റർ എന്നാണ്. ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം, ഡോട്ട് മെട്രിക്സ് ഉണ്ട്, ഡെയ്സി വീൽ ഉണ്ട്, ഇനി ഇത് കൂടാതെ വേറെ 2 എണ്ണം ഉണ്ട്, ഡ്രമ്മും ചെയിനും. ഏതാണ്, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ ഉണ്ട്, ചെയിൻ പ്രിന്റർ ഉണ്ട്. ഇതും എന്താണ്, ഈ ഒരു ഇമ്പാക്ട് പ്രിന്റേഴ്സിനുള്ള ഉദാഹരണമാണ്. അപ്പൊ ഒന്ന് പഠിച്ചേ, ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുമ്പോൾ 4 എണ്ണത്തിന്റെ പേര് പറയണം. എന്തൊക്കെയാണ്, ഡോട്ട് മെട്രിക്സ്, ഡെയ്സി വീല്, ഡ്രം,
ചെയിൻ, കുറെ ഡി ഉണ്ട് അല്ലെ, ഡോട്ട് മെട്രിക്സ്, ഡെയ്സി വീല്, ഡ്രം, പിന്നെ ഒരു സി കൂടെ വരുന്നുണ്ട്, ചെയിൻ. ഇതെല്ലാം എന്താണ്, ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. അവിടെ പേപ്പറും ഇങ്ക് റിബണും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന പ്രിന്റർ ആണ്. എന്നാൽ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ, ഇങ്ക് ജെറ്റ്, ലേസർ, തെർമൽ. എന്തൊക്കെയാണ്? ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ. ഇതെല്ലാം എന്താണ്, നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് നോക്കാം. നോക്കിക്കേ, ഡിജിറ്റൈസർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഡിജിറ്റൈസർ, നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ പഠിച്ചതാണ്. അവിടെ ഡിജിറ്റൈസർ ഇൻപുട്ട് ആയിരുന്നോ ഔട്ട്പുട്ട് ആയിരുന്നോ? ആലോചിച്ച് നോക്കിക്കേ, കിട്ടിയോ? രണ്ടാമത് നോക്കിക്കേ, പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണോ അല്ലയോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജോയ്സ്റ്റിക് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. ജോയ്സ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഞാൻ പറയുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്. നിങ്ങൾ അവിടെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒന്നും പഠിക്കാൻ പോകണ്ട. നിങ്ങൾ ഇതുവരെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഇപ്പൊ പഠിക്കാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ടും ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്. നമുക്ക് ഇൻപുട്ട് ഡിവൈസസ്, ഒരുപാട് ഇൻപുട്ട് ഡിവൈസസിന്റെ പേരുകൾ പഠിക്കാണ്ട് അത് പഠിക്കാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസിന്റെ പേരുകൾ പഠിച്ചു വെച്ചിരിക്കാം. കാരണം കുറെ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു ഏരിയ ആണ് ഇൻപുട്ട് ഡിവൈസസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്നത്. സോ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റയോ ഇൻഫർമേഷനോ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി, അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ഡിവൈസുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. നമുക്ക് ഇൻപുട്ട് ആയിട്ട് എന്തൊക്കെ കൊടുക്കാം? നമ്മുടെ ഓഡിയോ, നമ്മുടെ സൗണ്ട്. ഇപ്പൊ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നു. മൈക്രോഫോൺ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്റെ സൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? മൈക്രോഫോണിലൂടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ വെബ് ക്യാമറ. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് എന്താണ്? ഒരു വെബ് ക്യാമറയിൽ കൂടിയാണ്. അതായത് എന്റെ വിഷ്വൽ ഡിസ്പ്ലേ ആണ് നിങ്ങൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ടേക്ക് എടുക്കുകയാണ്. സോ അതെന്താണ്? വെബ് ക്യാമറ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഡിജിറ്റൽ ക്യാമറ, ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് ഇൻപുട്ട് ആയിട്ടാണ്. അല്ലാതെ കമ്പ്യൂട്ടറിലുള്ളത് നമ്മൾ ഡിജിറ്റൽ ക്യാമറയിലൂടെ ആരെങ്കിലും കയറ്റുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യിക്കുന്ന ഒന്നെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആയിരിക്കാം. സോ അതെന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഇനി നമ്മള് സ്മാർട്ട് കാർഡ് റീഡർ ഉണ്ട്. നമ്മുടെ സ്മാർട്ട് കാർഡ് റീഡ് ചെയ്യുന്ന സ്മാർട്ട് കാർഡ് റീഡർ എന്താണ്? അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ബയോമെട്രിക് സെൻസർ, നമ്മളിപ്പം പഞ്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബയോമെട്രിക് ആയിട്ടുള്ള സെൻസർ ഉണ്ട്, അത് ഇൻപുട്ട് ആണ്. അപ്പം എന്താണ്? പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ബയോമെട്രിക്സ് വെച്ചിട്ട് അവരെ അവിടെ എൻ്റർ ചെയ്യുകയാണ് അല്ലെ, അവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ OMR, നിങ്ങളിപ്പോ പരീക്ഷയ്ക്ക് പോകുന്ന OMR ഉണ്ടല്ലോ, OMRന്റെ ഫുൾ ഫോം എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ ആണ്. സോ അതെന്താണ്? ഇൻപുട്ട് ആണ്. നമ്മൾ OMR മെഷീനിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. OCR ഉണ്ട്, ക്യാരക്ടറിനെ എന്താണ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ക്യാരക്ടറിനെ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് OCR, ഒപ്റ്റിക്കൽ റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയും. ബാർകോഡ് റീഡർ, നമ്മളിപ്പോ കടയിൽ ചെന്നിട്ട് ബാർകോഡ് ചെയ്യാറില്ലേ? അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാറില്ലേ? അതെന്ത് ചെയ്യുകയാണ്? ബാർകോഡ് റീഡ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്, അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, അതുപോലെ എന്താണ് എന്താണ് സ്കാനർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, സ്കാനർ. പിന്നെ ഞാനിപ്പോ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നതൊക്കെ എന്താണ്? ട്രാക്ക് പാഡ് യൂസ് ചെയ്തോണ്ടോ ടച്ച് പാഡ് ഒക്കെ യൂസ് ചെയ്തോണ്ടായിരിക്കാം അല്ലെ. അതുപോലെ ജോയ്സ്റ്റിക്ക്, പിന്നെന്താണ് ടച്ച് സ്ക്രീന്, ഗ്രാഫിക് ടാബ്ലറ്റ്സ്, ഡിജിറ്റൈസർ പെന്ന്, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു ഡേറ്റിനെ പുറത്തേക്ക് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ഡിവൈസസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ മോണിറ്റർ അല്ലെ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ട്. സോ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU എന്താണ്?
VDU എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ LCD പ്രൊജക്ടർ ഉണ്ടല്ലോ. നമ്മളിപ്പോ സിനിമ കാണുന്നു, അല്ലെങ്കിൽ LCD പ്രൊജക്ടർ യൂസ് ചെയ്തോണ്ട് കാണുന്നു. അതെന്താണ്? കമ്പ്യൂട്ടറിലുള്ള ആ ഡേറ്റാനെ പുറത്തേക്ക് എടുക്കുകയാണ് അല്ലെ. അപ്പൊ അത് എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ പ്രിന്റർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റനെയാണ് പുറത്തേക്ക് പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ അവിടെ പ്രിന്റർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സ്കാനർ നമ്മൾ പേപ്പറിനെ വെച്ചു കൊടുത്ത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിനകത്തേക്ക് കയറ്റുകയാണ്. സോ അതെന്താണ്? അത് ഇൻപുട്ട് ഡിവൈസ് ആണ്. എപ്പോഴും എല്ലാവർക്കും സംശയമാണ്, ഇപ്പോഴും സംശയമാണ്, എത്ര പഠിച്ചിട്ട് പോയാലും സംശയമാണ്, സ്കാനർ ആണോ പ്രിന്റർ ആണോ? സ്കാനർ സ്കാൻ ചെയ്ത് അകത്തേക്ക് കൊടുക്കുന്നു, പ്രിന്റർ പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്നു. അപ്പം അത് ഇൻപുട്ടും എന്താണ്? പ്രിന്റർ ഔട്ട്പുട്ടും ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. പ്ലോട്ടർ എന്താണ്? അതും ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലെ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സ്പീക്കർ, അതുപോലെ എന്താണ് 3D പ്രിന്റർ, ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മളെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഡിജിറ്റൈസർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണോ? ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. ഡിജിറ്റൈസർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. പ്ലോട്ടർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണല്ലോ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ജോയ്സ്റ്റിക് ഇസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ പഠിച്ചതാണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കാതെ ജോയ്സ്റ്റിക്കും കണ്ട് ഇൻപുട്ട് ഡിവൈസും കണ്ട് ഓടിപ്പോയി എന്ത് ചെയ്യും? ആൻസർ 1, 2 and 3 C ആണെന്ന് പറഞ്ഞ് ആൻസർ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചിരിക്കണം. ജോയ്സ്റ്റിക് ഇസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജോയ്സ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? തെറ്റാണ്. ജോയ്സ്റ്റിക് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജോയ്സ്റ്റിക് കംസ് അണ്ടർ. ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ആണോ, ഔട്ട്പുട്ട് ആണോ, മെമ്മറി ആണോ, സ്റ്റോറേജ് ഡിവൈസ് ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ആൻസർ പറയുക? അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. ഇൻപുട്ട് ഡിവൈസസിന്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തതാണ് ഇൻ വിച്ച് കാറ്റഗറി ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് എ ഫ്ലാഷ് മെമ്മറി ബിലോങ്സ് ടു. ഓക്കെ, അപ്പൊ എന്താണ് ഫ്ലാഷ് മെമ്മറി? ഫ്ലാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ സെക്കൻഡറി മെമ്മറിയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, അതുപോലെ ഒപ്റ്റിക്കൽ മെമ്മറീസ് ഉണ്ട്, CD DVD പോലെയുള്ള. അതുപോലെ തന്നെ എന്താണ്? ഫ്ലാഷ് മെമ്മറി ഉണ്ട്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി കാർഡ്, നമ്മൾ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡില്ലേ, നമ്മളെ പെൻഡ്രൈവില്ലേ, USB പെൻഡ്രൈവ്, ഇതൊക്കെയാണ് ഫ്ലാഷ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. CD DVD ഒക്കെയാണ് ഒപ്റ്റിക്കൽ എന്താണ് മെമ്മറി ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇൻ വിച്ച് കാറ്റഗറി ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് എ ഫ്ലാഷ് മെമ്മറി ബിലോങ്സ് ടു. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഫ്ലാഷ് മെമ്മറി വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫ്ലാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ അതിനകത്ത് SRAM ആണോ, DRAM ആണോ, SD-RAM ആണോ, EEPROM ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? ഏതായിരിക്കും? അത് EEPROM ആണ്. എന്താണ് EEPROMന്റെ ഫുൾ ഫോം? ഇലക്ട്രോണിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? EEPROM എന്ന് വിളിക്കുന്നത്. സോ ഈ EEPROMന്റെ അല്ലെങ്കിൽ E² PROM എന്നും പറയാറുണ്ട് കേട്ടോ. E² PROM എന്നും പറയാറുണ്ട്. സോ ഇത് യൂസ് ചെയ്താണ്, ഇതിന്റെ ഒരു ചിപ്പാണ് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പെൻഡ്രൈവിലും അതുപോലെ നമ്മുടെ മെമ്മറി കാർഡിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ EEPROM ആണ് എന്ത് ചെയ്യുന്നത്? അതിനകത്തുള്ള ഡേറ്റാസിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫ്ലാഷ് മെമ്മറി യൂസ് ചെയ്യുന്ന മെമ്മറി യൂണിറ്റ് ഏതാണ്? അത് EEPROM ആണ്, അല്ലെങ്കിൽ E² PROM ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ഡാഷ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? വിവിധ പ്രോസസ്സുകൾ നടക്കുന്ന സമയത്ത് മെമ്മറീസ് എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ചിലപ്പം ഉള്ള മെമ്മറിയെ ഡീ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? മെമ്മറി മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റ് ആണ്. സോ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ പ്രോസസർ മാനേജ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഒറ്റ മൾട്ടി പ്രോഗ്രാമിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഇപ്പൊ പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യണം? പ്രോസസ്സറുകളിലേക്ക് ആക്സസ് വേണം അല്ലെ. അപ്പൊ അങ്ങനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ പ്രോസസ്സറിന് ഇപ്പൊ നടക്കുന്ന ഒരു പ്രോസസ്സ്, അതിനുശേഷം ഈ പ്രോസസ്സ് വരണം, അതിനുശേഷം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത പ്രോസസ്സ് വരണം എന്നുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഒരു
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ പ്രോസസർ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. പിന്നീടുള്ളതാണ് ഡിവൈസ് മാനേജ്മെന്റ്. ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കമ്പ്യൂട്ടറുകളിലേക്ക് വിവിധ തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളെല്ലാം കണക്ട് ചെയ്യുമല്ലോ. അതിനെയെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നീട് വരുന്നതാണ് ഫയൽ മാനേജ്മെന്റ്. ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫയലുകൾ, അതായത് കമ്പ്യൂട്ടറിലേക്ക് വരുന്ന സ്റ്റോർ ചെയ്യുന്ന ഫയലുകളെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ഇവിടെ നമുക്ക് എന്താണ്? മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിവൈസ് മാനേജ്മെന്റ്. ഇതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്നത്. സ്പീഡ് മാനേജ്മെന്റ് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതിനകത്ത് റോൾ ഉണ്ട്, പക്ഷെ മെയിൻ റോൾ അതിനകത്ത് വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ എന്താണ്? ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കാം. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ട്രാൻസ്ലേറ്റ്സ് ഫ്രം എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു എ മെഷീൻ ലെവൽ ലാംഗ്വേജ്. നമുക്കറിയാം ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള, നമ്മളെ ഹ്യൂമൻസിന് മനസ്സിലാകുന്ന തരത്തിലുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ C++, ജാവ, അതെല്ലാം എന്താണ്? പൈതൺ, ഇതെല്ലാം നമുക്ക് ഹ്യൂമൻസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. ഓക്കെ, പക്ഷെ അത് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകത്തില്ല. കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ മനസ്സിലാകത്തുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി ലാംഗ്വേജ് അല്ലെ? ബൈനറി നമ്പേഴ്സിന്റെ, അതായത് 1 0 0 1 1 0, അങ്ങനെ 1ന്റെയും 0യുടെയും ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന് ഈ ഒരു ഏരിയ മനസ്സിലാകണമെങ്കിൽ, അതായത് ഇപ്പൊ എന്താണ് നമ്മൾ പറയുന്നത് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ ഒരു ഫോർമാറ്റിലേക്ക് കിട്ടണം. അപ്പോ നമുക്ക് പക്ഷെ ഈ ഒരു ഫോർമാറ്റ് പഠിക്കാനും ഒക്കെ പാടല്ലേ? നമുക്ക് വല്ലതും ഇത് കണ്ടാൽ വല്ലതും മനസ്സിലാകുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വേണം നമുക്ക് വേണ്ടത്. സോ നമ്മളുടെയും അതുപോലെ കമ്പ്യൂട്ടറിന്റെയും ഇടയ്ക്കായിട്ട് ആരൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ലാംഗ്വേജിനെ, നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് ആക്കുന്നത്. സോ അത്തരത്തിലുള്ള ആ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നും ലാംഗ്വേജ് പ്രോസസേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡാഷ് ട്രാൻസ്ലേറ്റ്സ് ഫ്രം എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു എ മെഷീൻ ലാംഗ്വേജ്. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി ഉണ്ട്, നണ്ണുണ്ട്. നമുക്കിവിടെ 3 തരത്തിലുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? അസംബ്ലർ ഉണ്ട്, എന്താണ്? അസംബ്ലർ ഉണ്ട്, പിന്നെന്താണ്? കമ്പൈലർ ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർപ്രറ്റർ ഉണ്ട്. ഓക്കെ, അസംബ്ലർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്. ഈ അസംബ്ലർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അസംബ്ലി ലാംഗ്വേജിനെ, ശ്രദ്ധിച്ചു കേട്ടോടെ, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? അസംബ്ലർ ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അസംബ്ലർ ആൻസർ ആയിട്ട് പറയരുത്. കാരണം അസംബ്ലറിന് എന്ത് ചെയ്യാനേ സാധിക്കുള്ളൂ? അസംബ്ലി ലാംഗ്വേജിനെ മാത്രമേ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാ ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, മൂവ് A, B എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. സോ അതിനുശേഷം എന്താണ്? ആഡ് 7+ അങ്ങനെയുള്ള ആഡ് 7, 8 എന്നുള്ള രീതിയിലും കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഇന്റർപ്രറ്റർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യമേ ഒരു ലൈൻ എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ മൂവ് A, B ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും അടുത്ത ആ ഒരു പ്രോസസ് അടുത്ത ലൈനിലോട്ട് പോകുന്നത്. അതായത് ഇന്റർപ്രറ്റർ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും, ഓരോ ലൈൻ കൺവേർട്ട് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നത്. എന്നാൽ കമ്പൈലർ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് കമ്പൈലർ നമ്മൾ മൊത്തത്തിൽ ആ പ്രോഗ്രാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കമ്പൈലറിന്റെ ഒറ്റ ക്ലിക്കിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു? അത് മൊത്തത്തിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ അതാണ് കമ്പൈലർ. കമ്പൈലർ എന്താ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, പക്ഷെ മൊത്തത്തിലായിരിക്കും. ഇന്റർപ്രറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും, പക്ഷെ ലൈൻ ബൈ ലൈൻ ആയിരിക്കും. അപ്പൊ അവിടെ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ നമുക്ക് എന്താ ആൻസർ പറയാം? കമ്പൈലറും
ഇന്റർപ്രറ്ററും എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ആൻസർ എന്താ വരുന്നത്, ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സെലക്ട് ദ മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഫ്രം ദോസ് ഗിവൺ ബിലോ. മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്താണ്, നമ്മളെ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സോഫ്റ്റ്വെയർസിനെ എന്തെന്നാ വിളിക്കുന്നത്, മാലീഷ്യസ് സോഫ്റ്റ്വെയർ. അതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിന് പകരം എങ്ങനെ പറയാറുണ്ട്, മാൽവെയർ എന്നും പറയാറുണ്ട്. ഓക്കെ, മാൽവെയർ എന്ന് ചോദിച്ചാലും മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാലും രണ്ടും സെയിം ആണ്. ഓക്കെ, മലീഷ്യസ് സോഫ്റ്റ്വെയറും മാൽവെയറും എന്താണ്, രണ്ടും സെയിം ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് നമ്മളോട് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് പറയാം, നമ്മളെ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുന്ന, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം. വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യും, ദോഷകരമായി ബാധിക്കത്തില്ലേ? അപ്പൊ അതെന്താണ്, ഒരു മാൽവെയർ ആണ്. അതുപോലെ നമ്മള് പഠിച്ച കാര്യമാണ് വേംസ്, അല്ലെ? വേംസ് ഉണ്ട്, ട്രോജൻ വൈറസുകൾ ഉണ്ട്, പിന്നെന്താണ് ആഡ്വെയർ ഉണ്ട്, സ്പൈവെയർ ഉണ്ട്, റാൻസം വെയർ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റാൻസം വെയർ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇതൊരു മാലിഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. കീലോഗേഴ്സ് എന്താണ്, അതൊരു മാലിഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നവയിൽ മാലിഷ്യസ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡിവൈസ് ഡ്രൈവർ ഒരിക്കലും അതൊരു മാലിഷ്യസ് സോഫ്റ്റ്വെയർ അല്ല. ഡിവൈസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഡിവൈസ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ആന്റിവൈറസ് എന്താണ്, വൈറസ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫയർവാൾ എന്താണ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കീലോഗർ എന്താണ്, അതൊരു മാലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, അതൊരു മാൽവെയർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ മാൽവെയർസിന്റെ എക്സാമ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, മാൽവെയർ അല്ലെങ്കിൽ മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, വൈറസുകള്, ട്രോജൻ വൈറസുകള്, വേമുകള്, എന്താണ് സ്പൈവെയറുകള്, റാൻസം വെയർ, ആഡ്വെയർ, കീലോഗേഴ്സ്, ഇതെല്ലാം മാലീഷ്യസ് സോഫ്റ്റ്വെയർസിനുള്ള എക്സാമ്പിൾസ് ആണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം സോഫ്റ്റ്വെയർ അലോസ് സ്റ്റോറിംഗ് ദ ഔട്ട്പുട്ട് ആസ് ഒബ്ജക്ട് കോഡ്. ഒബ്ജക്ട് കോഡ് എന്ന് പറയുമ്പോൾ ബൈനറി നമ്പേഴ്സിന്റെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ ഒബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. എന്നാൽ അത് കമ്പൈലറിന്റെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, കമ്പൈലർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമല്ലോ. സോ ആ ഒരു സീക്വൻസിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒബ്ജക്ട് കോഡ് എന്ന് വിളിക്കുന്നത്. സോ കമ്പൈലറിന്റെ ഔട്ട്പുട്ടിനെയാണ് ഒബ്ജക്ട് കോഡ് എന്ന് വിളിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിൽ ഏതാണ് ഔട്ട്പുട്ട് ഒബ്ജക്ട് കോഡായിട്ട് സ്റ്റോർ ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സംശയവും വേണ്ട, കമ്പൈലർ. കോമ്പിലേഷന് ശേഷം കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഒബ്ജക്ട് കോഡ് എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എങ്കിൽ അടുത്ത വന്നിട്ടുള്ള ഒരു ചോദ്യം കണ്ടോ, എന്താണ് URL? URLന്റെ ഫുൾ ഫോം എന്താണ്? നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. യൂണിഫൈഡ് റാൻഡം ലിങ്ക്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫൈഡ് റെഗുലർ ലൊക്കേഷൻ, യൂണിഫോം റിമോട്ട് ലിങ്ക്. കണ്ടോ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും അല്ലെ? അപ്പൊ എന്താണ് URLന്റെ ഫുൾ ഫോം? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URLന്റെ ഫുൾ ഫോം. മനസ്സിലായോ? ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാൽവെയറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റാൻസം വെയർ ആർ കറക്റ്റ്? നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലും +2 ടെക്സ്റ്റ് ബുക്കിലും എല്ലാം ഉള്ള ഒരു ടോപ്പിക്കാണ് റാൻസം വെയർ. എന്താണ് റാൻസം വെയർ? നമ്മൾ പറഞ്ഞു ഒരു മാലിഷ്യസ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു അല്ലെ? നമ്മളെ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുന്ന എന്തോ ഒരു സാധനമാണെന്ത്, റാൻസം വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ റാൻസം വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കിക്കേ. റാൻസം വെയർ ഇസ് എ വൈറസ് വിച്ച് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. നമ്മൾ ക്വസ്റ്റ്യൻ അല്ലാതെ ഇമ്പോർട്ടന്റ് ഏരിയാസ് പഠിച്ച സമയത്ത് തന്നെ റാൻസം വെയർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റാൻസം വെയർ ഒരു വൈറസ് ആണോ? തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തു പോകുന്ന ഒരു വൈറസ് ആണ് റാൻസം വെയർ എന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്, kind of cyber crime where the attacker gains access to the computer and blocks the user from accessing, usually by encrypting the data. അതായത് ഒരു അറ്റാക്കർ വന്ന് ആ ഒരു കമ്പ്യൂട്ടറിന്റെ ആക്സസ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള യൂസേഴ്സ് അത് ആക്സസ് ചെയ്യുന്നതിൽ നിന്നും അതിൽ നിന്നും ഡേറ്റാസ് എടുക്കുന്നതിൽ നിന്നും തടഞ്ഞു വെക്കുന്നു. അതിനെയാണോ റാൻസം വെയർ എന്ന് പറഞ്ഞാല്? ഓക്കെ,
മൂന്നാമത് നോക്കിക്കേ, ദ അറ്റാക്കർ ബ്ലാക്ക്മെയിൽസ് ദ വിക്ടിം ടു പേ ഫോർ ഗെറ്റിംഗ് ആക്സസ് ടു ഡേറ്റ. ആ ഡേറ്റ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അറ്റാക്കർ ആ വിക്ടിമിനെ, അപ്പൊ ആരുടെ ഓണർഷിപ്പിലുള്ള ആ ഒരു കമ്പ്യൂട്ടർ ആണോ ആ വിക്ടിമിനെ എന്ത് ചെയ്യുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. സോ ഇതില് റാൻസം വെയറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് റാൻസം വെയർ എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോ റാൻസം വെയർ എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈം ആണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോ ഈ ഒരു അറ്റാക്കർ എന്ത് ചെയ്യാണ്, ഇതിൽ ഏതെങ്കിലും ഒരു എന്താണ് വെബ്സൈറ്റ്, അവരുടെ ആ ഒരു കമ്പ്യൂട്ടറിന്റെ ആ ഒരു സെർവർ ഉണ്ടാവുമല്ലോ, ആ സെർവറിനെ മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ആക്സസ്, ആ കമ്പ്യൂട്ടറിന്റെ ആക്സസ് മൊത്തം ആരുടെ കയ്യിലിരിക്കുകയാണ്? ഇപ്പം ഈ അറ്റാക്കർ ആരാണോ ആ സെർവറിനെ അറ്റാക്ക് ചെയ്യുന്നത്, ആ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുന്നത് ആ അറ്റാക്കറിന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ ഓണർഷിപ്പ് ഉള്ള ആ ആളിനോട് എന്ത് ചെയ്യും, ഇയാൾ പറയും, അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വേണമെങ്കിൽ, അത് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ ഇത്രയും രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പൊ ഒരു കുറച്ച് സമയം അയാൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പോലും ഫ്ലിപ്കാർട്ടുകാർക്കോ അല്ലെങ്കിൽ ആമസോൺകാർക്കോ അതെന്തായിരിക്കും, വലിയ നഷ്ടമായിരിക്കും, അല്ലെ? സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് എന്താണ് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും, ചിലപ്പോൾ അവർക്ക് വഴങ്ങി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ഇവരെ ഭീഷണിപ്പെടുത്തും, നിങ്ങളുടെ ഇതിനകത്തുള്ള ഡേറ്റാസും ഫോൺ നമ്പേഴ്സും ഐഡന്റിറ്റിയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ മിസ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിലെല്ലാം എന്ത് ചെയ്യും, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അതൊക്കെ ആ കമ്പനിയെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെ? സോ അത്തരത്തിലുള്ള ആ ഒരു ക്രൈമിനെയാണ്, അത്തരത്തിലുള്ള സൈബർ ക്രൈമിനെയാണ് നമ്മൾ റാൻസം വെയർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എന്തൊക്കെ പറയാം, ഓപ്ഷൻ ബി പറയാം, അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം. അതായത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം. എന്താണ്, അറ്റാക്കർ ആ കമ്പ്യൂട്ടറിന്റെ ആക്സസ് ഗെയിൻ ചെയ്യുകയും ബാക്കി യൂസേഴ്സിൽ നിന്നും അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അറ്റാക്കർ എന്ത് ചെയ്യും, ബ്ലാക്ക്മെയിൽ ചെയ്യും, അതിന്റെ ആ ഒരു വിക്ടിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ നോക്കിക്കേ, വൺ ഒള്ളി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വണ്ണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല, വൺ തെറ്റാണ്. ഇത് രണ്ടുമാണ്, 2ഉം 3ഉം ആണ് നമുക്ക് ശരിയായിട്ടുള്ളത്. ഓക്കെ, അതോ ആ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ, 1 and 2 ഉണ്ട്. ഓക്കെ, 1 and 2 ഉണ്ട്, 1ഉം 2ഉം 3ഉം ഉണ്ട്. പക്ഷെ എന്തില്ല, 1 and 3 എന്നുള്ള 2 and 3 എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് ഏതാണ് ശരിയായിട്ടുള്ളത്, 2ഉം 3 അല്ലേ? അപ്പൊ 2 and 3 എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തത്, നൺ ഓഫ് ദീസ് എന്നുള്ള ആൻസർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ 2 and 3 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ 2 and 3 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് റാൻസം വെയർ. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഇതിനകത്ത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, സിസ്റ്റത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോ സിസ്റ്റം സോഫ്റ്റ്വെയർസിനുള്ള എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഒക്കെ ഇല്ലേ, അതെന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഡിവൈസ് ഡ്രൈവേഴ്സ്, അതുപോലെ ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതുപോലെ ഫേംവെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഇതെല്ലാം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിനുള്ള എക്സാമ്പിൾ ആണ്, അല്ലെ? ഇവിടെ നോക്കിക്കേ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഡിവൈസ് ഡ്രൈവർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്താണ്, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, അല്ലെ? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എക്സൽ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, അതൊരു ആപ്ലിക്കേഷൻ ആണ്, അല്ലെ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. സിസ്റ്റം സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസും ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പ്രെഡ്ഷീറ്റിന് എക്സാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ് MS വേർഡ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്
പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പേറോൾ സിസ്റ്റം, HR മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ എന്താണ്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. എങ്കിൽ അടുത്ത ചോദ്യം എന്താണ്, ഡാഷ് ഡിവൈസ് ക്യാൻ ജോയിൻ എ LAN ടു എ WAN. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിവുള്ളത് ആർക്കാണ്? അത് റൂട്ടറിനാണ്. ഓക്കെ, ഒരു LAN, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ മേ ബി ഇന്റർനെറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അത് റൂട്ടർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ആർ കൺസിഡേർഡ് ടു ബി ഇന്റലിജന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇന്റലിജന്റ് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഡേറ്റാസിനെ ആ ഒരു അഡ്രസ് എല്ലാം വായിച്ചു നോക്കി ഏത് കമ്പ്യൂട്ടറിലേക്കാണോ കൊടുക്കാനുള്ളത് അതിലേക്ക് മാത്രം, ആ നെറ്റ്വർക്കിൽ ഒരുപാട്, ഇപ്പൊ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു 10-20 കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, 10-20 കമ്പ്യൂട്ടർ ഇതിനകത്ത് ഏതോ ഒരു ഡിവൈസ്, ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ്, ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇതിപ്പം ഒരു റൂട്ടർ ആണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടണം, അല്ലെങ്കിൽ പോട്ടെ ഹബ് ആണെങ്കിൽ, ഇതിപ്പം ഈ ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ഒരു ഹബ് ആണെങ്കിൽ ഹബ് എന്താ ചെയ്യുന്നത്, അതിലേക്ക് വരുന്ന ഡേറ്റ പാക്കറ്റിനെ ഇതിലേക്ക് എല്ലാത്തിലേക്കും അങ്ങ് അയച്ചു കൊടുക്കും. കാരണം ആ ഹബിന് അതിന്റെ അഡ്രസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല, ഇതിലേക്കുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുമില്ല. സോ അത് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിവൈസ് അല്ല. ഇനി സ്വിച്ചിന്റെ കേസ് എടുത്തേ. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, അതിന് കറക്റ്റ് ആയിട്ട് ആ ഡേറ്റ പാക്കറ്റ് വരുമ്പോഴത്തേക്കും അതിന് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഏത് നോഡിലേക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ ഇതിന് 2 എന്നാണ് ഇതിന്റെ ആ ഒരു നമ്പർ എങ്കിൽ ഈ 2 എന്നുള്ള അഡ്രസ്സിനകത്ത് കാണും, ഡേറ്റ പാക്കറ്റിൽ കാണും. അപ്പൊ സ്വിച്ച് എന്ത് ചെയ്യും, ആ അഡ്രസ്സ് വായിച്ചിട്ട് ആ കറക്റ്റ് അവിടത്തേക്ക് മാത്രം എന്ത് ചെയ്യും, ഇങ്ങോട്ടെല്ലാം ഒന്നും കൊടുക്കത്തില്ല, പകരം ഇവിടത്തേക്ക് മാത്രം ആ ഒരു ഡേറ്റ പാക്കറ്റിനെ അയച്ചെത്തിക്കും. സോ സ്വിച്ച് ഇന്റലിജന്റ് ആണ്, പക്ഷെ PSC അപേക്ഷിച്ച് സ്വിച്ച് ഇന്റലിജന്റ് അല്ല. ഓക്കെ, അത് ഞാൻ പറയാം. അതിനുശേഷം ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ നെറ്റ്വർക്ക്, ഇപ്പൊ ഒറ്റൊരു നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഇതിനെ തന്നെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടുക്കാരിയിരിക്കുന്നു, ബ്രിഡ്ജ് ഇരിക്കുന്നു. പക്ഷെ സെയിം നെറ്റ്വർക്ക് ആണ്, അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, വിവിധ തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൂട്ടർ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, ഇപ്പൊ റൂട്ടറിലേക്ക് വരുന്ന ഡേറ്റനെ കറക്റ്റ് ആയിട്ട് എന്താണ് മനസ്സിലാക്കാനുള്ള കഴിവ്, ഇങ്ങോട്ടേക്കുള്ളതാണ്, ഏത് വഴിയിലൂടെ പോയാൽ അതിനെ പെട്ടെന്ന് എത്തിക്കാം, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എന്താണ് ഡേറ്റ പാക്കറ്റ് എവിടത്തേക്കാണ്, ഏത് നോഡിലേക്കാണ് കറക്റ്റ് ആയിട്ട് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, റൂട്ടറിനുണ്ട്. സോ ഏറ്റവും നമ്മൾ നെറ്റ്വർക്ക് ഡിവൈസസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിവൈസ് ഏതാണെന്ന് നമുക്ക് പറയാം, റൂട്ടർ ആണെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്വിച്ചും ഗേറ്റ്വേ ഒക്കെ ഇന്റലിജന്റ് ആണ്, എന്നാൽ റൂട്ടറിന്റെ അത്രയും ഇന്റലിജന്റ് അല്ല. ഓക്കെ, ഒരുപാട് പോരായ്മകളൊക്കെ അതിനകത്ത് ഉണ്ടാകും. പക്ഷെ റൂട്ടർ എന്താണ്, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ്, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവ് റൂട്ടറിനുണ്ട്. സോ PSCയുടെ ഉത്തരപ്രകാരം എന്താണ്, റൂട്ടർ ആണ് ഇവിടെ ഇന്റലിജന്റ് ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നതാണ്. യഥാർത്ഥത്തിൽ സ്വിച്ചും എന്താണ്, ഒരു ഇന്റലിജന്റ് ആണ്, പക്ഷെ നമുക്ക് എന്താണ് PSC മുൻ വർഷത്തിൽ ചോദിച്ചപ്പോൾ ആൻസർ കീഴില് എന്താണ് ഇങ്ങനെ 1 only എന്നായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, സ്വിച്ചും ഗേറ്റ്വേ എല്ലാം ഇന്റലിജന്റ് ആണ്, എന്നാൽ ഏറ്റവും മോസ്റ്റ് ഇന്റലിജന്റ് എന്ന് പറയുന്നത് ആരാണ്, റൂട്ടർ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ആൻഡ് IPv4 അഡ്രസ് ഈസ് എ ഡാഷ് ബിറ്റ് അഡ്രസ്. ഓക്കെ, നമുക്കറിയാം IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെയാണ് നമ്മൾ IP എന്ന് പറയുന്നത്, അല്ലെ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പൊ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ 2 വെർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് IPv4 ഉണ്ട്, IPv6 ഉണ്ട്, വെർഷൻ 4 ഉണ്ട്, വെർഷൻ 6 ഉണ്ട്. ഈ IPv4 വെർഷൻ 4 എന്ന് പറയുന്നത് എന്താണ്, ഒരു 32 ബിറ്റ് അഡ്രസ് ആണ്. അതായത് എന്താണ് 32 ബിറ്റ് എന്ന് പറയുമ്പോൾ 4 ബൈറ്റ്. ഓക്കെ, 32 ബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 4 ബൈറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു 8 ബിറ്റ് ചേരുമ്പോഴാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റ് ചേരുമ്പോൾ 8 ബിറ്റ് ചേർത്താൽ നമുക്ക് 1 ബൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ 4 32 ബിറ്റ് ചേരുമ്പോൾ എത്ര ബൈറ്റ് ആണ്, 4 ബൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ
IPv4 എന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് അഡ്രസ് ആണ്. ഓക്കെ, അതായത് ഇപ്പം 101011 ഇതൊരു ബിറ്റ്. ഓക്കെ, അതിനുശേഷം 11011 അങ്ങനെ മൊത്തത്തിൽ എണ്ണി നോക്കുമ്പോൾ ഒരു 32 ബിറ്റ് ഉള്ള ഒരു അഡ്രസ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? IPv4 അഡ്രസ് എന്ന് വിളിക്കുന്നത്. ഇനി മൊത്തത്തിലുള്ള എണ്ണി നോക്കുമ്പോഴത്തേക്കും ഇതേ കണക്ക് ഓരോ ബിറ്റുകൾ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ 128 ബിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IPv6. ഓക്കെ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 6 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ് ആണെന്ന് ഓർത്തിരിക്കുക. IPv6 എന്ന് പറയുന്നത് എന്താണ്? 128 ബിറ്റ് അഡ്രസ് ആണെന്നും ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് എന്ത്? ഫിഫോ ഷെഡ്യൂളിംഗ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഷെഡ്യൂളിങ്ങിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. എന്താണ് കമ്പ്യൂട്ടർ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല്? ഇപ്പം ഒരു മൾട്ടി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, മൾട്ടി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിനകത്ത് അറ്റ് എ ടൈം തന്നെ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം യൂണി പ്രോഗ്രാമിംഗ്, ഇപ്പം ഒറ്റൊരു പ്രോഗ്രാമിംഗ് മാത്രം റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു പ്രോഗ്രാം മാത്രമേ ആ ഒരു പ്രോസസ്സർ റൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ ഒരു CPU ആ ഒറ്റൊരു പ്രോഗ്രാം മാത്രമേ റൺ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷനിൽ അതെന്ത് ചെയ്യും? ആ CPU അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം അവിടെ വേറെ പ്രോസസ്സുകളൊന്നും നടത്തേണ്ടതായിട്ട് വരുന്നില്ല. അവിടെ അപ്പൊ ഡിലേ ടൈം, ആ ഒരു CPU ആ പ്രോസസ്സ് നടത്തുന്നതിന്റെ സമയം എന്ന് പറയുന്നത് കൂടുതലാണ്. പക്ഷേ ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സിസ്റ്റം ഒക്കെ എന്താണ്? മൾട്ടി പ്രോഗ്രാമിംഗ് ആണ്. അറ്റ് എ ടൈം ഒന്നിലധികം പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള പ്രോസസ്സറുകൾ ഉള്ള കമ്പ്യൂട്ടറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ മൾട്ടി പ്രോഗ്രാം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവിടെ ഒരു വെയിറ്റിംഗ്, അവിടെ ടൈമിൽ ആ ഒരു CPU എന്തെങ്കിലും ഒരു റിസൾട്ട് എടുക്കാൻ പോകാനായിട്ടോ ആ ഒരു പ്രോസസ്സിന് കുറച്ചൊരു ടൈം ആവശ്യമായിട്ട് വരും. ആ ടൈമിൽ എന്ത് ചെയ്യാം? അതിന്റെ ക്യൂവില് പുറകിൽ തന്നെ അടുത്ത പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ് ഉണ്ടാകും. സോ ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യും? ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന ടൈമില് എന്ത് ചെയ്യും? മറ്റേ പ്രോസസ്സിനെ എടുത്തങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അതെല്ലാം ആ പ്രോസസ്സുകളെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് ആരായിരിക്കും? CPU ഷെഡ്യൂളർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ CPU ഷെഡ്യൂളിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്നും നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്നും. പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു പ്രോസസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവിടെ ഹയസ്റ്റ് പ്രയോറിറ്റി, ഇപ്പൊ ഈ CPU ഈ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരുന്നു ഇതിനേക്കാളും പ്രയോറിറ്റി ഉള്ള മറ്റൊരു പ്രോസസ്സ്. അപ്പൊ CPU എന്ത് ചെയ്യും? ആ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് ഇതിനേക്കാളും പ്രയോറിറ്റി ഇപ്പൊ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് ഈ പ്രോസസ്സാണ്. അപ്പൊ ഇതിനെ അങ്ങ് നിർത്തിവെക്കും. അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ അങ്ങ് നിർത്തിവെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സിനെ എടുത്ത് പ്രോസസ്സ് ചെയ്യും. അത്തരത്തിലുള്ള ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മൾ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ആരാണോ ആദ്യം വന്നത്, അവിടെ പ്രയോറിറ്റി ഒന്നും നോക്കത്തില്ല. ആരാണോ ആദ്യം വന്നത് അവരെ എടുത്ത് പ്രോസസ് ചെയ്ത് അതിന്റെ റിസൾട്ട് എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ ക്യൂവിലുള്ള ആ പ്രോസസ്സുകളെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. അത്തരത്തിലുള്ള ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഫിഫോ ഷെഡ്യൂളിംഗ്. ഫസ്റ്റ് ഇൻപുട്ട് ഫസ്റ്റ് ഔട്ട്പുട്ട്, അതായത് ആദ്യം ഇൻപുട്ട് ആയിട്ട് വന്ന എന്താണോ അതായിരിക്കും ആദ്യം ഔട്ട്പുട്ട് ആയിട്ട് പോകുന്നത്. ഫിഫോ എന്താണ്? ഒരു നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിനുള്ള എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഡിഫറെന്റ് പ്രോട്ടോകോൾ. ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചിരിക്കേണ്ടത് റൂട്ടറും ഗേറ്റ്വേയും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. റൂട്ടർ, ഗേറ്റ്വേ. ഓക്കെ, റൂട്ടർ എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, ഇത് നമ്മുടെ റൂട്ടറാണ്. ഓക്കെ, റൂട്ടറിലേക്ക് എന്ത് ചെയ്തിരുന്നു? ഇത് റൂട്ടർ ആണെങ്കിൽ ഈ റൂട്ടർ എന്ത് ചെയ്തിരിക്കുകയാണ്? പല കമ്പ്യൂട്ടറുകളായിട്ട്, പല നെറ്റ്വർക്കുകളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതൊരു നെറ്റ്വർക്കാണ്. പല കമ്പ്യൂട്ടറുകളാകാം, പ്രിന്ററുകളാകാം, സ്കാനർ ആകാം. ഇതെല്ലാമാണ് നെറ്റ്വർക്ക് ഡിവൈസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു നെറ്റ്വർക്ക് ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഇത് രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണ്. പക്ഷെ ഒരേ തരത്തിലുള്ള, ഓർത്ത് വെച്ചിരിക്കുക, ഇത് ഒരേ തരത്തിലുള്ള
ഒരേ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. സെയിം നെറ്റ്വർക്ക് അല്ല. സെയിം നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെയിം നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്. രണ്ട് നെറ്റ്വർക്കുകളാണ്. പക്ഷെ അത് സെയിം നെറ്റ്വർക്കുകളാണ്. അതേപോലെ തന്നെ എന്താണ് സെയിം, അതായത് ഒരേപോലുള്ള ഒരേ പ്രോട്ടോകോളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രണ്ട് വ്യത്യസ്ത റൂട്ടർ മീൻസ് നെറ്റ്വർക്കുകളാണ്. അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റൂട്ടർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഗേറ്റ് വേ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഗേറ്റ് വേ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? വിവിധ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടോകോളിൽ പ്രവർത്തിക്കുന്ന ഡിവൈസുകൾ ഉണ്ടാകും. ഓക്കെ, ഇത് ചിലപ്പോൾ ഇന്റർനെറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ലാൻ ആയിരിക്കും. ഇത് വേറെ ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കും. അപ്പൊ വിവിധ പ്രോട്ടോകോൾ അനുസരിച്ച് വ്യത്യസ്ത തരത്തിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് നോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഡിഫറെന്റ് പ്രോട്ടോകോൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിഫറെന്റ് പ്രോട്ടോകോളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്? ഗേറ്റ് വേ യൂസ് ചെയ്തത്. ഒരേ പ്രോട്ടോകോളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റൂട്ടർ യൂസ് ചെയ്തത്. ഇവിടെ എന്തായാലും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ റൂട്ടർ കൊടുത്തിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗേറ്റ് വേ എന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഇൻവെന്റഡ് ദ വേൾഡ് വൈഡ് വെബ്? ആരാണ് വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തത്? ആരാണ്? ടിം ബർണേഴ്സ് ലീ ആണ്. ആരാണ്? ടിം ബർണേഴ്സ് ലീ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്? എന്ത് ഇൻവെന്റ് ചെയ്തത്? വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. ഇനി വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? വെബ് ബ്രൗസറിന് ഉദാഹരണം ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പൊ വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രോം എന്താണ്? ഒരു വെബ് ബ്രൗസർ ആണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, അതിപ്പോ മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. അതുപോലെ മോസില്ല, ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി, ഇതെല്ലാം എന്താണ്? ബ്രൗസറുകളാണ്. ഓക്കെ, അതെല്ലാം ബ്രൗസേഴ്സ് ആണ്. എന്നാൽ ഗോ ലൈവ് എന്ന് പറയുന്നത് എന്തല്ല? ഒരു ബ്രൗസർ അല്ല. ഓക്കെ, അപ്പൊ അതെന്താണ്? ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത നോക്കിക്കേ, സെർച്ച് എഞ്ചിൻ പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ കൊടുക്കുന്ന സെർച്ച് എഞ്ചിന്റെ പേര് എന്താണ്? ഡഗ്ഡഗോ ആണോ, ബൈഡു ആണോ, ആൻഡെക്സ് ആണോ, ബിങ് ആണോ എന്ന് ചോദിച്ചാൽ അത് ബിങ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ആണ് ബിങ്. ആൻഡെക്സ് റഷ്യയുടേതാണ്, ബൈഡു ചൈനയുടേതാണ്, ഡഗ്ഡഗോ USA ആണ്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചിരിക്കാം. അടുത്ത എന്താണ്? എ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അതർ കമ്പ്യൂട്ടർ ഓൺ ദ ഇന്റർനെറ്റ് ത്രൂ. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടേഴ്സുമായിട്ട് ഇന്റർനെറ്റ് വഴി ബന്ധിപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനമാക്കിയിട്ടാണ്? കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അതർ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിൽ കൂടി മറ്റുള്ള കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് TCP/IP പ്രോട്ടോകോൾ ആണ് അല്ലെ. TCP/IP പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ടാണ് അത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അടുത്ത നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രൗസർ? കണ്ടോ, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ബ്രൗസർ, സെർച്ച് എഞ്ചിൻ ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബ്രൗസറിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു ബ്രൗസർ ആണ്, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ബ്രൗസർ ആണ്, ഗൂഗിൾ ക്രോം ബ്രൗസർ ആണ്. ഈ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ഒക്കെ ഇപ്പം പ്രവർത്തിക്കുന്നില്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്ന ബ്രൗസറുകളായിരുന്നു. സോ യൂട്യൂബ് ആണ് അവിടെ, ബ്രൗസറുകളല്ല. യൂട്യൂബ് എന്തല്ല? ഒരു ബ്രൗസർ അല്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതാണ് HTML. HTML ടാഗ് നമുക്ക് പഠിച്ചു വെച്ചിരിക്കുക. HTML ടാഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഒരു പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന HTML ടാഗ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും. നോക്കിക്കേ, IMG ടാഗ് ഉണ്ട്, പിക്ക് എന്നുള്ളത് കൊടുത്തേക്കുന്നു, ഫിഗറിന്റെ FIG കൊടുത്തിരിക്കുന്നു, ഡ്രോയുടെ DRW കൊടുക്കുന്നു. സോ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഓർത്തിരിക്കുക, ഒരു HTML പേജിനകത്ത് ഒരു പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്? IMG ടാഗ് ആണ്. ഓക്കെ, IMG എന്നുള്ള ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയ, അതായത് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് നോക്കിയിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. 3 മാർക്കായാലും 5 മാർക്കായാലും എല്ലാം നമുക്ക് ഈ ഒരു ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള മനസ്സോട് കൂടി തന്നെ ഓരോ സബ്ജക്റ്റുകളും പഠിക്കുക. ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.